നമസ്കാരം. ഒരു പ്രണയബന്ധം തകരുന്നത് അല്ലെങ്കിൽ ഒരു പ്രണയ നൈരാശ്യം, ഒരു റിജക്ഷൻ, ഇതൊക്കെ ഒരാളെ എങ്ങനെ ബാധിക്കും? അടുത്ത സമയത്തായിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ചു പേരെ കാണേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേകമായിട്ട് മനസ്സിലായത്, ആ ഒരു റിജക്ഷൻ അവരുടെ സെൽഫ് എസ്റ്റീമിനെ, അവരെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നതിനെ, അവർക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെടുന്നതിനെ, അവരെ കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യുന്നതിനെയൊക്കെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ഈ വന്ന് കണ്ട കുട്ടികളിൽ പലരും അവർക്ക് ഇത്രയും വലിയ പ്രശ്നത്തിലൂടെ അവർ കടന്നു പോകുന്നു എന്നുള്ളത് അവരുടെ വീട്ടുകാരോടോ ഏറ്റവും അടുത്ത ആളുകളോടോ പറഞ്ഞിട്ടില്ലായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിനകത്തെ ഏറ്റവും വലിയ ഒരു ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, അവർ ഇഷ്ടപ്പെടുന്ന ഒരാൾ അവരെ വിട്ടുപോകുന്നു, അല്ലെങ്കിൽ അവരാരോടെങ്കിലും ഇഷ്ടം പറയുമ്പോൾ അവരെ റിജക്റ്റ് ചെയ്യപ്പെടുന്നു, ഇത് താങ്ങാനുള്ള ഒരു ശേഷി നമ്മുടെ കുട്ടികൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എത്രത്തോളം അറിയാം? ഇവിടെ മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ഈ വന്ന ആളുകളൊക്കെ തന്നെ ദിവസങ്ങളോളമായിട്ട് ഉറക്കമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ, അവർ സൈക്കാട്രിസ്റ്റിനെ കണ്ടതിന് ശേഷം അവിടുന്ന് കൗൺസിലിങ്ങിനായിട്ടൊക്കെ വന്നതാണ്. അപ്പോൾ അത്രയും വലിയൊരു പ്രശ്നമുണ്ട് എന്ന്, അത് ചികിത്സിക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന് അവർക്ക് മനസ്സിലായത് കൊണ്ട് മാത്രമാണ് അവർ ആ ഒരു രീതിയിലേക്ക് മുന്നോട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ വരാത്തതായിട്ട് എത്രയോ പേരുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ വേണ്ട ഒരു തെറാപ്പീസ് എടുക്കുകയൊന്നും ചെയ്യാത്ത കുറേ ആളുകളെങ്കിലും പുറത്തുണ്ടാവില്ലേ? അവരൊക്കെ ഇതുപോലെ തന്നെ ഈ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങളും ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോവുകയും അത് പിന്നീട് ഒരുപക്ഷെ ഈ എതിർത്ത ആളിനോട് അല്ലെങ്കിൽ ഒഴിവായിപ്പോയ ആളിനോടുള്ളൊരു വൈരാഗ്യമായിട്ട് മാറുകയും പിന്നീട് അതൊരു പ്രണയ പകയാവുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ പലരും അതിനെ വളരെ നിസ്സാരമായിട്ട് എടുക്കാറുണ്ട്. മറ്റുള്ളവരോട് പറയുമ്പോൾ പിന്നെ അത് ഇത്ര വലിയ കാര്യമാണോ, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ നീ ഇത്ര വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, ഈ ആരാണോ റിജക്റ്റ് ചെയ്യപ്പെട്ടത് ആ ആൾക്കുണ്ടാകുന്ന ഒരു മാനസിക വിഷമത്തെ അവരുടെ ആംഗിളിൽ നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവർക്കൊരു പക്ഷേ ഒരിക്കലും ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അത്രത്തോളം പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോയ ഒരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ റിജക്റ്റ് ചെയ്യപ്പെടുന്നത് അവരുടെ മൊത്തത്തിലുള്ള കോൺഫിഡൻസിനെയും അവരുടെ സ്വഭാവത്തെയും അവരുടെ സെൽഫ് എസ്റ്റീമിനെയും ഒക്കെ ബാധിക്കുകയും അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൃത്യമായിട്ടുള്ള തെറാപ്പീസ് എടുക്കുക. ഡോക്ടറിനെ കാണേണ്ട കേസുകളാണെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു അവസരം, അങ്ങനെ ഒരു സാഹചര്യം കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആർക്കാണോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, നമ്മുടെ മകനോ മകൾക്കോ സഹോദരനോ ആർക്കായാലും, അവരോട് കൃത്യമായി അതിനെക്കുറിച്ച് സംസാരിക്കുക, അവരെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്കാണെങ്കിൽ അവരെയും ആ ഒരു സമയത്ത് എമ്പതിയോടെ തന്നെ കാണണം. അവരെ ആ സമയത്ത് നമ്മൾ കൂടുതൽ കളിയാക്കുന്നതും അവരോട് നമ്മൾ ആ ഒരു നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്നും കൂടി തകർക്കുന്നത് ഒരുപക്ഷെ ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഈ വന്ന കേസുകളിൽ പലതും സുഹൃത്തുക്കൾ തന്നെയാണ് കൊണ്ടുവന്നത്. അതായത് വീട്ടിലുള്ളവർ പോലും അറിയാതെ കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ അവസ്ഥ മനസ്സിലാക്കി സുഹൃത്തുക്കൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനും തെറാപ്പീസിനുമായിട്ട് കൊണ്ടുവന്ന കേസുകളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ല സുഹൃത്തുക്കളുണ്ട്. അത് കൃത്യമായിട്ട് ഒരു തെറാപ്പി ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു മാറ്റം ആവശ്യമാണ്, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു സൗഹൃദം തന്നെ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അവരെയും കൃത്യമായിട്ടുള്ള തെറാപ്പീസിലേക്കൊക്കെ എത്തിക്കാനുള്ള ഒരു പ്രതിബദ്ധത നമ്മൾ കാണിക്കണം എന്നുകൂടി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.